എന്നോട് കുറേ പേര് കുറേ ദിവസമായിട്ട് ചോദിക്കുന്നു വചനം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എഴുതിയേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. 4-ാം ദിവസം നേതി, മൺഡേ നേതി, ലൂക്കോസ് 18:27 നേതി, എൻ്റെ യേശുവെ എൻ്റെ അനിയത്തിക്ക് നല്ലൊരു പയ്യനെ വരനായിട്ട് കിട്ടണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഈ പേജ് 7 പ്രാവശ്യം എഴുതാൻ പറ്റി, ഈ പേജായപ്പോൾ 15 പ്രാവശ്യം എഴുതാൻ പറ്റി, ഈ പേജായപ്പോൾ 23, അങ്ങനെ 33 പ്രാവശ്യം അങ്ങനെ എഴുതണം. കണ്ടോ, എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതിനവൻ മനുഷ്യരല്ല സാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ആവശ്യം എന്താണോ അത് പൊക്കത്ത് എഴുതണം കേട്ടോ, മുകളിൽ എഴുതണം. എന്നിട്ട് ദൈവമേ അങ്ങക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനിത് ഫിനിഷ് ചെയ്തേക്കുവാണേ. എന്നിട്ട് ആമേൻ എഴുതണം. എല്ലാവർക്കും ഉള്ള ഡൗട്ടിൻ്റെയൊക്കെ ഉത്തരങ്ങൾ പതുക്കെ തരാം കേട്ടോ. എനിക്കൊരു കുഞ്ഞു മോളുണ്ട്, 1-ാം ക്ലാസ്സിൽ പഠിക്കുക. അവൾക്കുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ഇതിനുള്ള റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. അതായിരിക്കും ചിലപ്പോൾ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ വൈകുന്നത്, എന്നോട് ക്ഷമിക്കണം. എന്നാലും കഴിയുന്ന അത്ര കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. എനിക്കറിയാവുന്നതൊക്കെ തരാറുണ്ട് കേട്ടോ. ഞാൻ അത്ര വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല എനിക്കിതിലൊന്നും. ഞാനും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയതാണ്. ഇങ്ങനെ കുറേ പ്രാവശ്യം എഴുതുമ്പോൾ നമുക്കത് മനസ്സിലോട്ട് കയറുന്നതാണ്. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടതുകൊണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം, ഇങ്ങനെ 33 പ്രാവശ്യം 7 ദിവസം എഴുതിയാൽ നമ്മൾ എന്തായാലും നമ്മുടെ ബ്രെയിൻ അത് പഠിക്കും. പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്യും. ഓരോ പ്രാവശ്യവും ലൂക്കോസ് 18:27 എന്ന് കൂടത്തിൽ എഴുതുവാണെങ്കിൽ നമ്മൾ ആ വചനത്തിൻ്റെ അധ്യായവും വചനത്തിൻ്റെ നമ്പറും കൂടെ പഠിക്കും. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഏത് അർദ്ധരാത്രി നമ്മളെ വിളിച്ച് ചോദിച്ചാലും നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഇത് കടബാധ്യത തീരാനും, വീടുണ്ടാക്കാനും, കടം തിരിച്ചു കിട്ടാനും, കല്യാണം നടക്കാനും, വിദ്യാഭ്യാസത്തിനും എല്ലാത്തിനും നല്ല. കാരണം ഇത് അസാധ്യ കാര്യത്തിന് സാധിക്കുന്നതാണ്. അതിനവൻ മനുഷ്യരിൽ അസാധ്യമായത്, നമുക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ആർക്കും ഉപദ്രവം ചെയ്യുന്ന ഒന്നും അല്ലാത്ത എന്തായാലും നടക്കും. നമ്മൾക്കിടെ മനസ്സിൽ എന്താണോ അതുപോലെയൊക്കെ തന്നെ കിട്ടും. വിശ്വാസമുള്ളവർ ചെയ്താൽ മതി കേട്ടോ.